കോഴിക്കോട് വടകര അഴിയൂരിൽ കിണറിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. കണ്ണൂർ ജില്ലയിലെ കരിയാട് പടന്നക്കര സ്വദേശി മുക്കാളിക്കൽ രതീഷാണ് മരിച്ചത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 3 മണിക്കൂറോളം നടത്തിയ തെരച്ചിലിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞാനിപ്പോഴുള്ളത് അഴിയൂരിൽ ഇന്ന് രാവിലെ വലിയ അപകടത്തിനിടയാക്കിയ ആ കിണറിന് സമീപമാണ്. 2 തൊഴിലാളികളായിരുന്നു കിണറിനകത്തുണ്ടായിരുന്നത്. അവരിൽ ഒരാൾ നാട്ടുകാർ ഈ അപകടമുണ്ടായ ഉടനെ തന്നെ നാട്ടുകാർ സാഹസികമായി രക്ഷപ്പെടുത്തി. എന്നാൽ ഒരാൾ മണ്ണിനടിയിൽ പെടുകയായിരുന്നു. 6ഓളം തൊഴിലാളികൾ ഈ കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2 പേരാണ് താഴെ ഉണ്ടായിരുന്നത്. പൊടുന്നനെ ഈ മണ്ണിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പെട്ടെന്ന് ഇടിയുന്ന ഒരു സ്വഭാവമുണ്ട്. മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്തിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് മണ്ണിടിയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെയാണ് 2 പേർ മണ്ണിനടിയിലാകുന്നതും ഒരാളെ നാട്ടുകാർ സാഹസികമായി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം. കണ്ണൂർ സ്വദേശിയായ രതീഷാണ് മരണപ്പെട്ടത്. കണ്ണൂർ സ്വദേശിയായ വേണുവിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. മറ്റ് 5-6 തൊഴിലാളികളും ഉണ്ടായിരുന്നു. എന്തായാലും നാട്ടുകാരുൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അയൽവാസി കൂടിയായിട്ടുള്ള ഏകദേശം 12:30 മണിയോട് കൂടിയാണ് അറിയുന്നത് ഇങ്ങനെ ഇവിടെ കിണർ ഇടിഞ്ഞിട്ട് 2 പേര് ഇതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഓടി വരുന്ന സമയത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഒരാൾ മേലെ ഏകദേശം നെഞ്ഞോട് കൂടിയിട്ട് അത്ര മണ്ണിൽ ഉള്ളത്. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഒരാളും കൂടി ഇതിൻ്റെ അടിയിലുണ്ട്, അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ JCB ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് JCBക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഫയർഫോഴ്സും JCBയിൽ എത്താൻ വേണ്ടി ഏകദേശം ഒരു 1/2 മണിക്കൂറോളം കഴിഞ്ഞിന് വന്ന് മണ്ണ് ഏകദേശം നല്ല ഇടിവുണ്ടായിരുന്നു. ഒരാൾ വന്ന് നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഇടിയുമെന്നുള്ളൊരു പേടിയിലാണ്. അപ്പോൾ JCB ഒരു 6-7 JCB വന്നിട്ടാണ് പല ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് ഏകദേശം 3 മണിയോട് കൂടിയിട്ട് ബോഡി കണ്ടെത്തുന്നത്. അപ്പോൾ തീർച്ചയായും വലിയ ജാഗ്രത വേണം ഈ മഴക്കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം വലിയ തരത്തിൽ വലിയ ജാഗ്രത വേണ്ടതുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ. മഴ ശക്തമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇപ്പോൾ നിലവിൽ ഇത്തരം നിർമ്മാണ നിരോധനം ജില്ലയിലുണ്ട്. അതുകൂടെ ഈ പ്രവൃത്തിയിലുള്ള ആളുകളൊക്കെ ജാഗ്രതയോടെ തന്നെ ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അഴിയൂരിൽ നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തുവിനൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.